ഒരാളുടെ ജീവിതം നശിപ്പിക്കാനും പ്രതികാരം വീട്ടാനും ഇക്കാലത്ത് എന്തും നെറുകേടും കാട്ടുന്നവരുണ്ട്. അത് കാമുകനാണേലും ഭർത്താവാണേലും ഏറ്റവും പ്രിയപ്പെട്ടവരാണേലും പക വീട്ടാൻ വ്യാജ ആരോപണവും പരാതിയും നൽകാൻ ചിലർക്ക് മടിയില്ല. പ്രത്യേകിച്ചൊരു പോക്സോ കേസാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇടുക്കി ആനവിലാസത്ത് ഭാര്യ നൽകിയ പോക്സോ കേസിൽ യുവാവ് നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ്. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതി തനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് വിവാഹം നടത്തിയതെന്ന് പരാതി നൽകിയത്. അങ്ങനെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്ത് അയാളെ അറസ്റ്റും ചെയ്തു. കേസ് കോടതിയിലെത്തിയപ്പോൾ യുവതി നൽകിയത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. ഒടുവിൽ ഭർത്താവിനെ വെറുതെ വിട്ടു. കേസിൽ കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിനു ശേഷമാണ് ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകിയത്. തനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് യുവാവിനൊപ്പം താമസം തുടങ്ങിയതെന്നും അതിനാൽ ശാരീരിക ബന്ധം പോക്സോ നിയമപ്രകാരം ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു യുവതിയുടെ വാദം. എന്നാൽ യുവാവിനൊപ്പം പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ യുവതിക്ക് 18 വയസ്സ് പൂർത്തിയായതായി തെളിയിക്കുന്ന ജനനരേഖകൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. തമിഴ്നാട് ഉത്തമപാളയം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള രേഖകളും ഉദ്യോഗസ്ഥരുടെ മൊഴിയും യുവാവിന് അനുകൂലമായി. യുവാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ബന്ധുക്കൾക്കെതിരെ നിലവിലുള്ള മറ്റൊരു കേസ് പിൻവലിക്കാത്തതിലുള്ള വൈരാഗ്യമാണ് പോക്സോ പരാതിക്ക് പിന്നിലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.